Welcome to the fourth episode of Unfiltered. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് പറയൂ. ടോപ്പിക്കിനെ പറ്റി പറയാനായിട്ട് അർഹനായിട്ടുള്ള ഒരാൾ പറഞ്ഞു. ആദ്യം ഇൻട്രൊഡ്യൂസ് കൊടുക്കണോ ആൾക്കാർക്ക്? പറഞ്ഞു, സെൽഫായിട്ടൊരു ഇൻട്രോ കിടക്കട്ടെ. എൻ്റെ പേര് ബ്ലേസൻ എന്നാണ്. ഞാനൊരു ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടറാണ്. സോ ഇന്നത്തെ ടോപ്പിക് നമ്മൾ എടുത്തേക്കുന്നത് വാഹനങ്ങളിൽ വരുത്തുന്ന മോഡിഫിക്കേഷൻ. അത് ലീഗലിയുള്ള മോഡിഫിക്കേഷൻസ് ഉണ്ട്, ഇല്ലീഗലായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഉണ്ട്. അതിനെ പറ്റിയുള്ളൊരു ഈ പറഞ്ഞ പോലെ ചിലർ സപ്പോർട്ട് ചെയ്യുന്ന ഷോ ആയിട്ട് ഒന്നും കണക്കാക്കണ്ട, അതിനെപ്പറ്റിയുള്ള ഒപ്പീനിയൻസ്. ഇപ്പൊ ചിലർക്ക് അത് മോഡിഫിക്കേഷൻ നല്ലതെന്നുണ്ടാവും, ചിലർക്ക് അത് ഇല്ലീഗൽ മോഡിഫിക്കേഷൻ നല്ലതെന്ന് പറയണവരുണ്ടാവും. ഉണ്ടാവും. ഞാൻ പറയുകയാണെങ്കിൽ ഇല്ലീഗൽ ആക്കേണ്ട ആവശ്യമുണ്ടോ? ചില മോഡിഫിക്കേഷൻസ് ഇല്ലീഗൽ ആക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമുള്ള മോഡിഫിക്കേഷൻസ് ഉണ്ട്, ഇഷ്ടം പോലെ. നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് മോഡിഫിക്കേഷൻസ് ഉണ്ട്, എസ്പെഷ്യലി കേരള റോഡ്സിന് വേണ്ടിയിട്ട്. കേരള റോഡ്സ് മാത്രമല്ല, കേരളത്തിന്റെ ക്ലൈമറ്റ് കണ്ടീഷന് അതിന് പറ്റിയിട്ടുള്ള കുറെ മോഡിഫിക്കേഷൻസ്, നല്ല മോഡിഫിക്കേഷൻസ്. ഇപ്പൊ ചില വണ്ടികൾക്കൊക്കെ അലോയ് വീൽസ് ഇടാൻ ലീഗലാണ്. ബട്ട് അതിൻ്റെ ടയർ വിഡ്ത്ത് കൂടുതലിട്ടിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഉള്ള സ്റ്റോക്ക് കണ്ടീഷനിലുള്ള അലോയ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ അത് ലീഗലാണ്. നമ്മള് ഇപ്പൊ അലോയ് വീൽസ് നമുക്ക് ഭംഗി കിട്ടും, സ്റ്റെബിലിറ്റി കൂടും, പിന്നെ വെയിറ്റ് റിഡക്ഷൻ ആണ്. സ്റ്റീൽ റിമിനെക്കാളും വെയിറ്റ് കുറവാണ്. അൺലാഡൻ വെയിറ്റ് എന്താ പറയാ, അതായത് വണ്ടിയുടെ അൺലാഡൻ വെയിറ്റ് കുറയും, അപ്പൊ നമുക്ക് സ്റ്റെബിലിറ്റി കൂടും. മൈലേജ് ശരി, നിസാര വ്യത്യാസമായിരിക്കും മൈലേജിൽ വരണേ. ലോങ് റണ്ണില് വലിയ വ്യത്യാസമാണ്. നിസാര വ്യത്യാസം എന്ന് പറയുന്നത് നമ്മളൊരു വണ്ടി 10-15 കൊല്ലം ഉപയോഗിക്കുമ്പോൾ അത് വലിയ വ്യത്യാസമാണ്. അപ്പൊ അതുകൊണ്ട് അലോയ് വീൽസ് ഇടണേല് എന്താണ്? ചിലര് അലോയ് വീൽസ് നമ്മൾ വലിയ ടയറൊക്കെ യൂസ് ചെയ്തിട്ട് വണ്ടിയുടെ സ്റ്റെബിലിറ്റിക്ക് എതിരാത്ത രീതിയിൽ കുറച്ച് ചാടിച്ചൊക്കെ ഇട്ടിട്ട് അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലീഗലാക്കണ നല്ലതാണ്. അതായത് ഈ സംഭവം ഇപ്പൊ 16 ഇഞ്ചിന്റെ കാറിന്റെ കേസിലിട്ടാ 16 ഇഞ്ചിന്റെ റേഡിയസ് ഉള്ള ടയർ, അത് എത്ര പ്രാവശ്യം കറങ്ങുമ്പോഴായിരിക്കും 1 കിലോമീറ്റർ എത്തുക? അത് വ്യത്യാസം വരും 18 ഇഞ്ചിന്റെ ഇട്ട് കഴിഞ്ഞാൽ. അതെ, അത് വണ്ടിക്ക് ഷോ കൂട്ടുന്ന വെച്ചാൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വളവിലൊക്കെ വിളക്കുന്ന സമയത്ത് വണ്ടിയുടെ സ്റ്റെബിലിറ്റി പോകും. അത് ശരിക്കും ആക്സെപ്റ്റബിൾ അല്ല. നമ്മൾ ചെയ്യുന്ന ചില മോഡിഫിക്കേഷൻ സർക്കാർ ഇല്ലീഗലാണെന്ന് പറയുന്ന ചില മോഡിഫിക്കേഷൻ കമ്പനി അത് അവർ അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ചെയ്തു വിടുമ്പോൾ എന്തുകൊണ്ട് ഇല്ലീഗലാവുന്നില്ല? അതെ, അത് ശരിയായിട്ടുള്ള പോയിന്റാണ്. ഇപ്പോൾ പ്രീമിയം വണ്ടികളിലൊക്കെ ആണെങ്കിൽ ബാക്ക് വിൻഷീൽഡിൻ്റെ അവിടെ തന്നെ നമുക്ക് ഉയർത്തി വെക്കാവുന്ന കർട്ടൻസ് ഉണ്ട്. അത് കമ്പനി പ്രീമിയം വണ്ടികൾ മാത്രമേ അതുള്ളൂ. അത് പ്രീമിയം ഒന്നും പോണ്ട. ഇപ്പൊ ഈവൻ വണ്ടികളിലൊക്കെ ഉണ്ട്. ലക്ഷറി വണ്ടികളിലായിരുന്നു, ഇപ്പൊ ഒരു മിഡിൽ ക്ലാസ് വണ്ടികളിലോട്ട് അങ്ങനെയുണ്ട്. പക്ഷെ നമ്മൾ എക്സ്ട്രാ ഒരു മറ്റേ ഇത് വെക്കുകയാണെങ്കിൽ, ഒരു നെറ്റ് പോലെ വെക്കുകയാണെങ്കിൽ അത് ഇല്ലീഗലാണ്. അതുപോലെ ഹെഡ്ലൈറ്റിന്റെ കേസ് ഈ പറഞ്ഞ ലക്ഷറി കാർസ് മെഴ്സിഡസ് അല്ലെങ്കിൽ BM, ഇതിലൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള ലൈറ്റാണ്. ഈ സാധനം നമ്മൾ നമ്മുടെ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപ ഫൈൻ കിട്ടും? അതെ, അത് ശരിയാണ്. അതായത് നമ്മൾ ഇന്നലെ എപ്പോഴും പറഞ്ഞു, അതായത് ലൂമിനൻസ്. അതെ, അതായത് കമ്പനി വിടുന്ന ഒരു ലൂമിനൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ബെൻസോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രീമിയം വണ്ടി എടുക്കാം, അതിന്റെ വൈറ്റ് LED പ്രൊജക്ടർ ലാമ്പ് ആയിരിക്കും, അതിന് ഇത്ര ലൂമിനൻസ് ഉണ്ട്. കറക്റ്റ് ഞാൻ നമ്പർ മറന്നു പോയിട്ടാ. നമുക്ക് അത്ര ലൂമിനൻസ് ഉണ്ട്. അതേ സെയിം ലൂമിനൻസ് ഉള്ള ലൈറ്റ് പ്രൊജക്ഷൻ ലാമ്പുകൾ പുറത്ത് മേടിക്കാൻ കിട്ടും, ആഫ്റ്റർ മാർക്കറ്റ് മേടിക്കാൻ. അത് പക്ഷെ നമ്മള് നമ്മുടെ വണ്ടിയിൽ മേടിച്ചു വെച്ചാൽ ഇല്ലീഗലേ. അതെങ്ങനെ ആഫ്റ്റർ മാർക്കറ്റ് സർക്കാരിന് ഇത് ഇല്ലീഗലാക്കണമെങ്കിൽ ഞാൻ പറയാം, നമ്മുടെ റോഡിൽ സർക്കാർ ലീഗൽ എന്ന് പറഞ്ഞ് കമ്പനിക്ക് കൊടുക്കുന്ന എത്ര ലൂമൻസിന്റെ ലൈറ്റ് വെക്കാനാണോ പെർമിഷൻ കൊടുക്കുന്നത്, അതേ ലൂമൻസും നമുക്കും ആഫ്റ്റർ മാർക്കറ്റ് ആണെങ്കിലും മേടിച്ച് ഫിറ്റ് ചെയ്യാനുള്ള പെർമിഷൻ വേണം. അതെ, അത് ശരിയാണ്. പ്രീമിയം വണ്ടികളിൽ കൂടുതൽ ലൂമിനൻസ് ഉള്ളത് വെക്കുന്നത്. ഞാനപ്പോ വെറുതെ വാദിക്കാൻ ഒരു പോയിന്റ് പറയട്ടെ. ഇപ്പോ ബെൻസിൽ വെച്ചാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെ, അതിന് ഞാൻ തന്നെ ഒപ്പോണന്റ് പറയാം. അതായത് ആ ഒരു സെയിം ബൾബ്, എനിക്ക് സാധ്യത അറിയുള്ളൂ കേട്ടോ, കറക്റ്റ് ആണെന്ന് പറഞ്ഞുകൂടാ, ചിലപ്പോൾ ഉണ്ടത്തരായിരിക്കും. ആ സെയിം ബൾബ് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇപ്പൊ ഏതൊരു വണ്ടി, ഏതെങ്കിലും ഒരു ചെറിയ വണ്ടി പറഞ്ഞ് ഓക്കെ, ഒരു വാഗണാറിൽ ഞാൻ എടുത്ത് വെച്ചു. ഈ ബൾബ് കൺസ്യൂം ചെയ്യുന്നൊരു പവർ ഉണ്ടാവില്ലേ, അതെന്തായാലും വാഗണാറിന്റെ സ്റ്റോക്ക് വരുന്ന ഹാലജൻ ബൾബ് ആയിരിക്കുമല്ലോ, അതിനൊക്കെ കൂടുതലായിരിക്കില്ലേ.
LED ആണ് ബെൻസിൽ വരുന്നത്. ചിലപ്പോൾ അതിൽ അതിന് വരുന്ന power- അപ്പോ ബാറ്ററിന്ന് വരുന്ന പവറിൽ വ്യത്യാസം ഉണ്ടാവും. ബാറ്ററിയിലേക്ക് ആൾട്ടർനേറ്റർ ഇത് വെച്ചിട്ടാണ് കണ്ടല്ലോ ഇത്. പക്ഷെ അതില് നമ്മുടെ വ്യത്യാസം വരാം. പവർ ഔട്ട് വരുന്നത് ഈ കമ്പോണൻസ് എല്ലാം 12 വോൾട്ടാ. അപ്പൊ ഈ വലിയ ബൾബ് വെച്ചോണ്ട് ബാറ്ററിന്ന് പവർ വ്യത്യാസം അത് വരും. ഈ ഷോർട്ട് ലൂമൻസ് സർക്യൂട്ട് കൂടുന്നേ വരുന്നില്ല. ഉള്ളൂ. ഈ ലൂമൻസ് കൂടെ ഹീറ്റിംഗ് വരുന്ന അല്ലെങ്കിൽ പവർ കൺസംഷൻ കൂടാന്നുള്ള ഇഷ്യൂ വന്നിരുന്നു. ഹാലജനിൽ വന്നിരുന്നു പണ്ട്. നമ്മൾ ഇത്തിരി പവർ കൂടിയ Battery പെട്ടെന്ന് down ബൾബ് ബാറ്ററി ഡൗൺ ആവുന്ന മാത്രമല്ല ചില വണ്ടികളിൽ Heating, ഓവർ ഹീറ്റിംഗ് ഇഷ്യൂസ് വരുമായിരുന്നു. പക്ഷെ ഈ LED വയ്ക്കുമ്പോൾ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. പിന്നെ എന്തുകൊണ്ടത് ഇല്ലീഗൽ ആവണോ? കൂടുതൽ പവറുള്ള ബൾബ് വെച്ച് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് എന്തെങ്കിലും ഇൻസ്റ്റബിലിറ്റി വരുമോ, പറഞ്ഞ പോലെ ഷോർട്ട് വരുമോ, ചാൻസ് ഉണ്ടാവാം. അല്ലെങ്കിൽ ബാറ്ററിയുടെ കൺസംഷൻ കൂടാം. ബാറ്ററി കൺസംഷൻ കൂടുക എന്നുള്ളത് ചെയ്യുന്നവൻ ഇപ്പൊ എന്റെ വണ്ടിയിൽ എനിക്കത് ചെയ്ത് ബാറ്ററി പോകുന്നതുകൊണ്ട് വേറൊരു എനിക്ക് ഇഷ്യൂ കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ കാര്യമുണ്ട്. അത് ഇപ്പം ചെയ്യുന്ന നമ്മൾ ഇത് വയറിങ് ചെയ്യുന്ന സ്ഥലം പ്രോപ്പർ അല്ലെങ്കിൽ അതുണ്ട്. വണ്ടി- ഹിന്ദിക്കാരുടെ വണ്ടി വീഡിയോ കത്തി ഇഷ്ടം പോലെ പോകാൻ കാണാറുണ്ട്. വണ്ടി കത്തിപ്പോകാൻ അത് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ടായിരിക്കും അത് illegal ഓക്കെ. ആയിട്ട് വെച്ചേക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഇപ്പൊ സ്ട്രിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല പല മോഡിഫിക്കേഷൻ. അത് ഈ പണിക്കാർക്ക് അറിയണ്ടേ? അവര് വെറുതെ വയറ് വലിച്ചിട്ട് എവിടെ കെട്ടി പോലും വെക്കില്ല, അല്ല, വെറുതെ ഓക്കെയാണ്. അത് ഈ പറഞ്ഞ മോഡിഫിക്കേഷൻ വരുമ്പോഴുള്ള റിസ്ക് ഫാക്ടർ മുഴുവൻ സഹിക്കാൻ റെഡിയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതുകൊണ്ടായിരിക്കും ഇല്ലീഗലായിട്ട് പറഞ്ഞേക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ വയറിങ് പ്രോപ്പർ ആവില്ല. ഈ പറഞ്ഞ ബൾബ് മാറ്റുന്നതിന് ഇലക്ട്രിക്കൽ നമ്മൾ മോഡിഫിക്കേഷൻ ഒന്നും വരുത്തുന്നില്ല. കാരണം നമ്മുടെ വണ്ടിയുടെ ഈ ലൈറ്റിൻ്റെ ബൾബിൻ്റെ അല്ലെങ്കിൽ ഹെഡ് ലാമ്പിൻ്റെ സോക്കറ്റ് ചെയ്ത ടൈപ്പാണോ വരുന്നത്, ആ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് കിറ്റടക്കമാണ് പല ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ്സും വരുന്നത്. അതായത് അവരുടെ ലൈറ്റ് വന്ന് സെയിം ഇപ്പോൾ H8 ആണെങ്കിൽ H8ൻ്റെ Socket same സോക്കറ്റ് ആ സോക്കറ്റ് സെയിം വരുന്ന രീതിയിൽ ഈ പറഞ്ഞ ഹെഡ് ലാംപ്സ് ഇടാനുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നുണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി തന്നെ. പിന്നെ എൻ്റെ അടുത്തൊരു എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള സംശയമാണ്, മോഡിഫിക്കേഷൻ ഇല്ലീഗലാണ്. അപ്പോൾ ഈ കമ്പോണൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾക്ക് ഇതിവിടെ വിൽക്കാനും ഇതിവിടെ ഇറക്കാനും എന്തിന് പെർമിഷൻ കൊടുക്കണം? അത് കറക്റ്റാണ്. ശരിക്കും അല്ല എന്നാ ഞാൻ പറയട്ടെ, കഞ്ചാവ് ലീഗലാക്കിയിട്ട് ടാക്സബിൾ ആക്കിയാ പോരെ? മതിയായിരുന്നു. ഇത് ഇല്ലീഗലാണെന്ന് പറയേണ്ട സാധനങ്ങൾ ഇവർ ഇല്ലീഗലാക്കുന്നുണ്ട്. പയ്യെ ശ്രമിക്കണ്ടാവും, നമ്മളറിയാത്ത. അതെ, ഭാവിയിലൊരു കാനഡ ആയാലും അത് ഇവര് ടാക്സ് പ്രതീക്ഷ കമ്പനി ടാക്സ് അങ്ങനെ ടാക്സിന് മാത്രമായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ലീഗലാക്കിയിട്ട് ടാക്സ് മേടിക്കാൻ സർക്കാരിന് ഇതിനേക്കാളും നല്ല വരുമാനമായിരിക്കും. അത് നല്ല വാലിഡ് പോയിന്റ്. മെയിനായിട്ട് കുടിക്കുന്ന പാനീയം വിറ്റ് അതെ നടത്തുന്ന ഒരു ഗവൺമെന്റ് സിസ്റ്റമാണ് നമുക്കുള്ളത്. അപ്പോഴാണ് ഈ ടാക്സ്. ലോട്ടറിയും ഒന്നില്ലെങ്കിലും പാവപ്പെട്ടവർക്ക് കുടിവെള്ളം കൊടുത്തിട്ടാണ് നമ്മുടെ സർക്കാർ ഇരിക്കുന്നത്. അതിനെ കുറ്റം പറയാം. അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യണു. അപ്പൊ ഇത് ബാൻ ചെയ്ത് വെക്കണ കാര്യമില്ലേ? ഇങ്ങനത്തെ പരിപാടിയൊന്നും പറ്റില്ല. ആകെ അവരുടെ വില അറിഞ്ഞത് ആ പ്രളയം വന്നപ്പോഴാ. അന്ന് ഈ പറഞ്ഞ സർക്കാരിന് ഒന്ന് ഹെൽപ്പ് ചോദിക്കാൻ ഈ പറഞ്ഞ വണ്ടിപ്രാന്തന്മാരുണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ അപ്സൈസ് ചെയ്ത ടയറും സ്നോർക്കലും ഇതൊക്കെ ഉള്ളത് കൊണ്ട് അതിന് ശേഷം ഗൂർക്കകള് ഇവര് കൊറേ മേടിച്ചേ. ഗൂർക്ക മറ്റേ ഫോഴ്സ് ഗൂർക്ക അധികമൊന്നും മേടിച്ചിട്ടില്ല. അതിന് മുമ്പ് ഹിൽ ഏരിയ പോലീസ് സ്റ്റേഷനുകളൊക്കെ ഉണ്ട്. അത് ഒരിടയ്ക്ക് പുതിയ വണ്ടികൾ അലോട്ട് ചെയ്ത സമയത്ത് വന്നതല്ലേ. ഈ പിന്നെ എനിക്ക് തോന്നിയത് മറ്റേ സൺഫിലിമിൻ്റെ കേസ്. സൺഫിലിം ഒട്ടിക്കുന്നത് വണ്ടികൾ അത് ഡിബേറ്റബിൾ ആണത്. പക്ഷെ ഇപ്പോ ലീഗലാക്കിയിട്ടുണ്ടല്ലോ. അല്ല, സൺഫിലിം ഒട്ടിച്ചോണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ കർട്ടൻ ഇടാൻ പാടില്ല. കർട്ടൻ ഇടാം. അത് ആക്ച്വലി ഒരു കേസിന്റെ ബേസിൽ വന്നതാണ്. അതായത് പണ്ട് ഏതൊരു റേപ്പ് കേസ് എന്തോ സംഭവം വന്നിട്ടാണ് പിന്നീട് അത് വേണ്ടാന്ന് വെച്ചത്. ഇങ്ങനെ വിസിബിലിറ്റി മറയ്ക്കുന്ന രീതിയിൽ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ നിർത്തിയിടുന്ന വണ്ടിയിൽ കർട്ടൻ വെച്ചപ്പോ പ്രശ്നമില്ലാന്നുണ്ട്. നിർത്തിയിടുന്ന വണ്ടിയിലാണെങ്കിൽ നടക്കുമ്പോ വണ്ടിക്ക് കുലുങ്ങും. അതുകൊണ്ട് അറിയാൻ പറ്റും. നാട്ടിലിങ്ങനെ നോക്കി നടക്കൂലോ. നമ്മുടെ നാട്ടില് കാറ്റടിച്ച് കുലുങ്ങിയാൽ പോലും ആ കുലുങ്ങിന് നാട്ടുകാരെ കണ്ടുപിടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സത്യം. ബാക്കിലെ 2 സൈഡ് ഗ്ലാസ് അത് കവർ ചെയ്തിരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അതുകൊണ്ട് ഡ്രൈവർക്ക് ഒരു ഇഷ്യൂ വരുന്നില്ല. ഞാൻ പറയട്ടെ, അതിന് ഓമിനി അതിന് സൈഡില് 3 സെക്ഷനായിട്ട് തിരിച്ചാണ്. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് ഡോറ്, മിഡിൽ ഡോറ്, ബാക്കിൽ തുറക്കാൻ പറ്റാത്തൊരു ഏരിയ. അത് ക്വാർട്ടർ ഗ്ലാസ് എന്ന് പറയാം ഇപ്പോൾ തൽക്കാലം. ഓമിനിയിൽ റിവേഴ്സ് ക്യാമറ 360 ക്യാമറ ഒന്നും ഇല്ല. ഈ ഇടത്തോട്ട് നമുക്ക് റിവേഴ്സ് എടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ആ ക്വാർട്ടർ ഗ്ലാസ് ഭയങ്കര ഹെൽപ്പാ.
അല്ലേ? ക്വാർട്ടർ ക്ലാസ്സിൽ കൂടെ റിവേഴ്സ് എടുക്കുമ്പോൾ നിനക്ക് എന്ത് കാണാൻ? അപ്പുറത്ത് ഒരാൾ നിക്കണെങ്കിൽ ഒരു വണ്ടി കണ്ടെങ്കിൽ കണ്ടൂടെ? റയർ വ്യൂ മിറർ ഇല്ലേ? റയർ വ്യൂ മിററിൽ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. ഇത് ഞാൻ ഓടിച്ചിട്ടുള്ളതുകൊണ്ടാ ഞാൻ പറഞ്ഞു. റിവേഴ്സ് എടുക്കുമ്പോഴോ? ആ, ഭയങ്കര ഗുണം അത്. ബ്ലൈൻഡ് സ്പോട്ട് നോക്കുമ്പോൾ ഇത് ഗുണമാണ് നമുക്ക്. ടിൻഡഡ് അല്ലെങ്കിൽ ശരിയാ, പക്ഷെ റിവേഴ്സ് എടുക്കുമ്പോഴല്ലേ അത് ആവശ്യം വരുന്നുള്ളൂ. വണ്ടി അതാ- ഉണ്ടെങ്കിൽ അത് അത് അത്രേ ഉള്ളൂ. ആവശ്യം റിവേഴ്സ് എടുക്കുമ്പോഴേ ആവശ്യമുള്ളൂ. ഈ- മുന്നോട്ട് ഈ പ്രശ്നമൊന്നും. പറഞ്ഞ വലിച്ചിടുന്ന ടൈപ്പ്, അതായത് സ്ഥിരം പെർമനന്റ് ആയിട്ടുള്ളൊരു ഇതല്ലാതെ ഈ പറഞ്ഞ പ്രീമിയം വണ്ടിയിൽ വരുന്നത് നമ്മൾ ജസ്റ്റ് ക്ലിപ്പ് ഓൺ ചെയ്യുന്ന ടൈപ്പാണ് ഈ ബ്ലൈൻഡ്സ് വരുന്നത്. അത്രേ ഉള്ളൂ. അങ്ങനത്തെ ആണെങ്കിൽ ഇപ്പോൾ ആ ഒരു ആവശ്യം വരുന്ന സമയത്ത് റിലീസ് മതി, ചെയ്യാവുന്ന മതി, സാധനമാണത്. മതി. റണ്ണിങ്ങിൽ അത് ഇടുന്നതുകൊണ്ട് വിഷയമില്ലാതെ ഞാൻ പറയുന്നത്. കാരണം റണ്ണിങ്ങിൽ ഈ പറഞ്ഞ ബാക്കിലത്തെ 2 ഗ്ലാസ് ഡ്രൈവർക്ക് ആവശ്യം വരുന്നില്ല. അതിൽ കൂടെ എന്തെങ്കിലും നോക്കാനുണ്ട്. റണ്ണിങ്ങില് 3 മിറേഴ്സ് തന്നെ ധാരാളം. ഫ്രണ്ട് വിൻഷീൽഡും നമ്മുടെ ഫ്രണ്ടിലെ 2 സൈഡ് ഗ്ലാസും റിയർ വ്യൂ മിറർ. റെയർ ഗ്ലാസും ഇത്ര റെയർ വിൻഷീൽഡ് എത്ര ആവശ്യം വരുന്നുള്ളൂ ഡ്രൈവർക്ക്. പിന്നെ ഇത്രയും ചൂടത്ത് നമ്മുടെ Full ടെമ്പറേച്ചർ film ഇല്ലാതെ അറിയാം, നമുക്ക് പറ്റില്ല. ഇല്ലാതെ നമുക്ക് പറ്റില്ല. ഇപ്പൊ അതിപ്പോ സൈഡിലൊക്കെ ഞാൻ എൻ്റെ വണ്ടിയിൽ കൂളിംഗ് ഫിലിം ഒട്ടിച്ചിട്ടില്ല. അതിന്റെ ഞാൻ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് ആക്ച്വലി. പക്ഷേ എനിക്ക് തോന്നുന്നു 50% സൈഡിലത്തെ ഇതിന് പറയണേ ട്രാൻസ്പെറൻസി സൈഡ് പറയണേ. 50, ഫ്രണ്ട് 70. പക്ഷെ അത് 50% കൊണ്ട് എനിക്ക് തോന്നണില്ല. ഒന്നുമില്ലാത്തതിലും ഭേദമാണ്, ബെറ്റർ ദാൻ നത്തിങ് എന്ന് പറയില്ലേ. അപ്പൊ എനിക്കൊരു ഡൗട്ട്. ഇവരൊരിക്കലും പറഞ്ഞൊരു വാദം ഞാൻ കേട്ടത്, ഈ ആക്സിഡന്റ് ഉണ്ടാവുമ്പോ ചില്ല് പൊളിച്ചിട്ട് ആളെടുക്കാൻ പറ്റും, ഡോറ് തുറക്കാൻ പറ്റാത്ത സാഹചര്യം വരും. സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില്ല് പൊട്ടിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ പെർസെന്റേജ് കണക്ക് എങ്ങനെ അവിടെ വ്യക്തമാവണേ? 50% ആണെങ്കിൽ കീറാൻ പറ്റും, 70% കീറാൻ പറ്റില്ല, അങ്ങനെ വരും. പെർസെന്റേജിന് പുറമെ അതിന്റെ ഫിലിമിനൊരു തിക്നെസ്സും കൂടി പറയുന്നുണ്ട്. ആ തിക്നെസ്സും കൂടി ഫോളോ ചെയ്യണം. അതൊക്കെ ഫോളോ ചെയ്താലാണ് ഇപ്പൊ പറയുന്ന മറ്റേ ലീഗൽ ഒട്ടിക്കുന്ന ഫുൾ ഫിലിംസിന് ഒരു QR കൂടെ ഫിറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ടല്ലോ. QR വരുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ GSM കാര്യങ്ങളൊക്കെ കണക്കാക്കിയിട്ടാണ് ഡീറ്റെയിൽസും വേണം, അത് വിറ്റ വെണ്ടറിന്റെ ഡീറ്റെയിൽസും വേണം. ഇതെല്ലാം ഉണ്ടെന്ന് തോന്നണു ഇതില്. ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഈ ഗ്ലാസ് പൊട്ടിക്കുമ്പോൾ അവിടെ ഒരു ഫിലിം ഉള്ളത് നല്ലതാ. ഈ പീസ് മുഴുവൻ ചെതറിത്തെറിച്ച് ഉള്ളിലിരിക്കുന്നവൻ്റെ ഇപ്പോൾ ഓൾറെഡി ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഉള്ളിലിരിക്കുന്നവൻ എന്തായാലും വൂണ്ടഡ് ആയിരിക്കും. ഈ ചില്ല് പൊട്ടിച്ചെതറി കഴിഞ്ഞ് ഇപ്പൊ ഡീപ്പ് വൂണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില്ലിന്റെ പാർട്ടിക്കിൾസ് എങ്ങോട്ടാ കയറുക? അല്ല, ആരും പുറത്തുനിന്ന് സഹായിക്കാൻ വരാത്ത സ്ഥിതിയിൽ അകത്തുനിന്ന് പൊട്ടിക്കേണ്ട ഗതിയാണെങ്കിൽ എവിടെ നിന്ന് പൊട്ടിക്കാനാണെങ്കിൽ ഇത് പൊട്ടില്ല എന്നുള്ളതല്ല. ഫിലിം പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളിത് പൊട്ടിക്കുമ്പോൾ അത് അവിടെ തന്നെ ഇരിക്കും, പിന്നെ ഒന്ന് വലിച്ചു കയറണമെന്നേ ഉള്ളൂ. ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ സേഫാണ്. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പം ആക്സിഡന്റ് ഉണ്ടായി, ഉള്ളിലെ ഡ്രൈവർ വൂണ്ടഡാണ്, ഒരു ഡീപ്പ് വൂണ്ടുണ്ട്. നമ്മൾ ഈ ചില്ല് പൊട്ടിക്കുമ്പോൾ ഇതിൻ്റെ പാർട്ടിക്കിൾസ് ചെതറി ആ മുറിവിൽ കയറി എന്തെങ്കിലും പ്രശ്നം വരുന്നതിനേക്കാൾ സേഫാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ ചാൻസ് പോസിബിലിറ്റിയാണത്. ഒരു ഡീപ്പ് വൂണ്ടിൻ്റെ ഉള്ളിൽ ചെറിയ എന്തെങ്കിലും പാർട്ടിക്കിൾ കയറി. എനിക്കിതൊരു എക്സ്പീരിയൻസ് ഇല്ല, നിനക്കും എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലും കിട്ടി കഴിഞ്ഞാൽ കറക്റ്റ് അറിയായിരുന്നു. സ്റ്റിക്കർ ഒട്ടിച്ച ആക്സിഡന്റ് ആയ എക്സ്പീരിയൻസ് അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് വരണം, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നമുക്കൊരു സ്പെഷ്യൽ എപ്പിസോഡ് പോവാം ഇതിന്റെ ഫോളോ അപ്പ് ആയിട്ട്. സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അത് പൊളിക്കാൻ പറ്റുമോ എന്നുള്ളത് പൊളിക്കാൻ പറ്റായില്ല. കാരണം പറഞ്ഞ ഒരു ഇത്ര അവർ പറയുന്ന ഒരു കട്ടിയുണ്ട്, ആ കട്ടിക്ക് മേലെ പോയി കഴിഞ്ഞാൽ പറഞ്ഞ പോലെ പ്രശ്നമാണ്. പൊളിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു, 1 മാസം വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ഒക്കെ നടത്തിയത്. അപ്പോൾ അതിനകത്ത് അവർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നു. അതായത് സീറ്റ് ബെൽറ്റ് ഇല്ലേ, സീറ്റ് ബെൽറ്റിന്റെ അത് വെച്ചിട്ടാണ് നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങൾ അങ്ങനെ. പിന്നെ ഹെഡ് റെസ്റ്റ് വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരു ഇൻഫർമേഷൻ ആണ്. ഇപ്പൊ എങ്ങാനും ഒരു ഇതിൽ എല്ലാവരും ഉണ്ടല്ലോ, നമുക്ക് പല വീഡിയോസും കണ്ടിട്ടുണ്ട്, ഇത് വെച്ച് കുത്തി പൊട്ടിക്കുക, അത് വെച്ച് കുത്തി പൊട്ടിക്കുക. പക്ഷെ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ പലരും വീഡിയോയിൽ ഇത് വെച്ച് കുത്തി പൊട്ടിക്കാന്ന് പറയും. ഈ സാധനം വെച്ച് ഗ്ലാസിന്റെ എപ്പോഴെങ്കിലും കൊണ്ട് കുത്തി കഴിഞ്ഞാൽ പൊട്ടില്ല. അത് പറയാ, അതാരും പറയാനല്ല, മിക്ക ആൾക്കാരും അത് പറയില്ല. ഇത് വെച്ചാൽ കുത്തി പൊട്ടിക്കണ്ടേന്ന് പറയും. ഓരോരുത്തർ വീഡിയോ ഇടുമ്പോ വേറെ ആളുടെ വീഡിയോ കണ്ടിട്ടായിരിക്കും പാസ്സായി വരും, ഇൻഫർമേഷൻ കുറയൂല. അപ്പൊ ആ കറക്റ്റ് മറ്റൊരു കോർണറിൽ കുത്തിയാലാണ് സാധനം സീറ്റ് ബെൽറ്റിന്റെ ബക്കിള് വെച്ചിട്ടോ അല്ലെങ്കിൽ ഹെഡ് റെസ്റ്റിന്റെ മൊന ഒരു മെറ്റലിന്റെ 2 വടി വെച്ചിട്ട് ഗ്ലാസിന്റെ കോർണറിലാണ് ഇടിക്കുക. സത്യം പറയാം, ചിലരൊക്കെ ബൈക്കിൽ പോകുമ്പോ ഞാൻ അറിയാതെ അവരുടെ 10 തലമുറ സ്മരിക്കാറുണ്ട്. അതെ, പാവങ്ങൾ, അവര് പാവങ്ങളാ, പക്ഷെ മേടിച്ചു കൊടുത്തത് അവരാണല്ലോ. കാലക്രമേണ സൈലൻസറിൽ 5-6 തുള വീണു, എന്ത് ചെയ്യാൻ പറ്റും? അതെ, തുള ഇഷ്ടമല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, പാവങ്ങൾ കാശില്ലാത്തോണ്ട്. അതെ, പക്ഷേ GT650 ഒക്കെ എടുത്തിട്ട് കുറച്ച്. അതെ അതെ അതെ. പിന്നെ കോണ്ടിനെന്റല് ഡ്യൂക്ക് എടുത്ത് കഴിഞ്ഞിട്ട്
എക്സോസ്റ്റ് ഊരി പോയിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. കാശില്ലാത്തോണ്ടല്ലോ അങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കണേ. അതെ അതെ, കാശില്ലാത്തവർ. പിന്നെ ഒറിജിനൽ എക്സോസ്റ്റിന് 5000 രൂപ വിലയുള്ളപ്പോ 40,000 രൂപ എക്സോസ്റ്റ് മേടിച്ച് വെക്കും. ഒറിജിനൽ എക്സോസ്റ്റ് നല്ല അല്ലടാ, അതല്ലേ ക്വാളിറ്റി മനസ്സിലാക്കാത്ത. അത് പെട്ടെന്ന് തുരുമ്പിച്ച് പൊട്ടി പോകുന്നുണ്ടോ. അതെ, ക്വാളിറ്റി പറഞ്ഞ തന്നെ. അതിലെനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് എൻ്റെ കയ്യിൽ ഒരു ജാവ ഉണ്ടായി, പുതിയ ജാവ കേട്ടോ, പഴയ 2 സ്ട്രോക്ക് അല്ല, പുതിയ ഇപ്പോൾ ക്ലാസിക് ലെജൻസ് അവർ ഇറക്കിയായിരുന്നു ജാവ. അപ്പോൾ അതിൽ 2 എക്സോസ്റ്റ് പൈപ്പ് ഉണ്ട്. അത് രണ്ടും കമ്പനിയിൽ നിന്ന് തന്നെ അതിൻ്റെ DB കില്ലർ അല്ലെങ്കിൽ ഫ്ലൂട്ട് എന്നൊക്കെ പറയും. അത് 3 ലെവലിൽ അവർക്ക് കട്ട് ചെയ്ത് തരാൻ പറ്റും. എൻ്റെ കയ്യിൽ ഓൾറെഡി 1 ലെവലിൽ കട്ട് ചെയ്തിട്ടുണ്ടായി. അത് തന്നെ നല്ല സൗണ്ടായിരുന്നു, ഇഷ്ടം പോലെ പേര് പറയും ഒടുക്കത്തെ സൗണ്ടാണ്. അപ്പോൾ ഞാൻ പറയും ഇനി 2 സ്റ്റെപ്പും കൂടെ കട്ട് ചെയ്യാം, സൗണ്ട് ഇനിയും കൂടും. കമ്പനി തന്നെ കട്ട് ചെയ്ത് തരും, പോലീസ് പിടിക്കൂല. അതെങ്ങനെ ഇപ്പൊ ലീഗലാവണു? ഇതന്നെ നമ്മള് നേരത്തെ പറഞ്ഞ ലൈറ്റിന്റെ കേസ് പോലെ അത് ലീഗലാണ്, കമ്പനി പറഞ്ഞിട്ടുണ്ട്. ഇത്ര ഡെസിബിളിന് മേലെ ഒരു ചെക്ക് ചെയ്യണ സമയത്ത് 10 ഡെസിബിളാന്ന് എനിക്ക് തോന്നുന്നു. ഷോറൂമിൽ ചെയ്ത് തന്ന സാധനത്തിന് ഞാൻ എന്ത് പറയാ, പോകുന്ന വണ്ടികൾ ഡെസിബിൾ കൂടുതലാണെങ്കിൽ ചെക്ക് ചെയ്യണ. അല്ല, ഈ ജാവയുടെ ഈ സാധനം നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് കട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടുള്ള വണ്ടി രജിസ്ട്രേഷൻ അവർ കാണിക്കുന്നത്. രജിസ്ട്രേഷൻ കഴിഞ്ഞു, പക്ഷെ വഴിയിൽ ചെക്ക് ചെയ്യാം, MVD ചെക്ക് ചെയ്യാൻ. അല്ല, അപ്പൊ അങ്ങനെ ആ വണ്ടിക്ക് അപ്പൊ MVD എന്തിനാ രജിസ്ട്രേഷൻ കൊടുക്കുന്നപ്പോ ആ വണ്ടിക്ക്? അത് ഇത് കമ്പനി കട്ട് ചെയ്തെല്ലാം ചെയ്ത് നമ്മൾ വണ്ടി ബുക്ക് ചെയ്തു, നമ്മൾ പൈസ അടച്ചു. ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ പറയുന്നത്, നമുക്കെല്ലാം കഴിഞ്ഞ് നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്തിട്ടാണ് വണ്ടി ഡെലിവറി ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ പറയുന്ന സാധനമൊക്കെ ചെയ്ത് ഈ ഷോറൂമുകാർ നമുക്ക് രജിസ്ട്രേഷൻ എടുത്ത് തരുന്ന സാധനം നമ്മൾ ഇറക്കി കൊണ്ടുവരുമ്പോൾ നമ്മളെ പിടിക്കാൻ എന്താ അധികാരം? അത് അങ്ങനെ ഷോറൂമുകാരെ പിടിക്കണം. ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്ത് അവർ ഡെസിബിൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഷോറൂമുകാർ കട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഡെലിവറി വരുമ്പോൾ ഇതാണ് കണ്ടീഷൻ. അപ്പൊ ആരെ ശരിക്കും ഷോറൂമിൽ നിന്ന് ശരിക്കും മോഡിഫൈഡ് ഇല്ലീഗൽ മോഡിഫിക്കേഷൻ ചെയ്ത് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ പ്രശ്നം ഷോറൂമിൽ ചെയ്യാൻ സമ്മതിക്കരുത്, അത് ചെയ്യേണ്ടതും സർക്കാർ. ഇപ്പൊ എന്റെ ഹോണ്ടയുടെ ബൈക്കാ, ഹോൺ പോലും അവർ മാറ്റിത്തരില്ല. അപ്പൊ അവരുടെ ഇപ്പൊ എൻ്റെ ഇരിക്കുന്ന ഒരു മിഡ് വേരിയന്റാ, ഇതിന്റെ ഹയർ വേരിയന്റിൽ ഡബിൾ ഹോൺ വരുന്നുണ്ട്, എന്റെ സിംഗിളാ. ഷോറൂമിൽ നിന്ന് ഞാൻ പൈസ കൊടുക്കാം, എനിക്ക് ആ ഹോൺ കെട്ടി തരുമെന്ന് വെച്ചിട്ട് അവർ ചെയ്ത് തരില്ല. കാരണം ആ വേരിയന്റിൽ ആ ഹോണുള്ളൂ. അവരല്ല, അവര് അത് മോഡിഫിക്കേഷനാണ്. കാരണം ഇനി എക്സ്ട്രാ റിലേ വരണം, വേറെ വയർ കണക്ഷൻ വരും, അത് എക്സ്ട്രാ മോഡിഫിക്കേഷനാണ്, അവർ ചെയ്തു തരില്ല. ഇപ്പോൾ ഹോണ്ട കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറയണം, ഞങ്ങൾക്കൊരു ട്രെയിനിങ് ഉണ്ടായാലും ഈ സാർമാർ പറഞ്ഞതാണ്. അതായത് ഇപ്പോൾ ജനിക്കുന്ന കുട്ടികളിലൊരു 80% മേലെ കുട്ടികൾക്ക് ഓൾറെഡി ജനിക്കുമ്പോൾ തന്നെ ഈ ഒരു സ്പീക്കിംഗ് പ്രോബ്ലം, ഹിയറിംഗ് പ്രോബ്ലം ഒക്കെ ആയിട്ടാണ് ജനിക്കണതെന്ന്. 80% മേലെ. കാരണം അതിൻ്റെ മെയിൻ പ്രോബ്ലം പറയുന്നത് ഹോണാണ്. അതിൽ ഈ കുട്ടികൾ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെല്ലാവരും വെറുതെ ഹോണി പിടിച്ച് നീട്ടി പിടിച്ച് അടിക്കാനാണല്ലോ ഹോൺ അടിക്കുക. അപ്പൊ ഇത് നമ്മള് കുറ്റം പറയാൻ എല്ലാവർക്കും ഇത് മൊത്തം എഫക്ട് ചെയ്യുന്നത് അടുത്ത ജനറേഷനാണെന്ന് പറയുന്നത്. അടുത്ത സാധനം പറയുകയാണെങ്കിൽ നമ്മുടെ ബസ്സിന്റെ കേസ് വൈറ്റ് വാഷ് അടിച്ചത്, എനിക്ക് അതിന്റെ ഒരു ലോജിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ നമ്മള് വണ്ടി ഓടിച്ച് പോണ സമയത്ത് ഇത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബസ് വരാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഹൈവേയുടെ 2 സൈഡിലും ഇപ്പൊ ഈ ഇലക്ഷൻ ആയപ്പോ സർക്കാർ ബിൽ ബോർഡ് വെച്ചു, വലിയ മുട്ട ഫ്ലക്സുകൾ വെച്ചു. നമ്മുടെ സർക്കാർ വെച്ചിട്ടുണ്ട്, ഓപ്പോസിഷൻ പാർട്ടി വെച്ചിട്ടുണ്ട്, NDA വെച്ചിട്ടുണ്ട്. എല്ലാം ശരിയാവാൻ വേണ്ടി വെച്ചതാണ്. ഈ ശരിയാവാൻ വെച്ച ബോർഡുകളിലേക്ക് ആൾക്കാരെ ശ്രദ്ധ പോകില്ലേ? ഇപ്പൊ ഇത് പറയുകയാണെങ്കിൽ ഇപ്പൊ KSRTC ഒരുപാട് അട്രാക്റ്റീവ് കളേഴ്സ് അടിച്ചിട്ട് ബസ് ഇറക്കുന്നുണ്ട്. ഇപ്പൊ പുതിയ ബിസിനസ് ക്ലാസ് ഇറങ്ങിയല്ലോ, നല്ല കളർഫുൾ ആയിട്ടുള്ള വണ്ടി ഇറക്കിയേക്കുന്നത്. ഓറഞ്ച് ജ്യൂസ് ഇറങ്ങുന്നുണ്ട്, ഇഷ്ടംപോലെ കളേഴ്സിൽ KSRTC ഇറക്കുന്നുണ്ട്. ഗരുഡ ഒരു കളേഴ്സ് ആക്സിഡന്റ് ഉണ്ടാക്കുമെന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കില്ല. പിന്നെ ആക്സിഡന്റ് കുറയ്ക്കാനാണെങ്കിൽ ഡ്രങ്കൺ ഡ്രൈവിങ്, ഉറക്കം തൂങ്ങല്, പിന്നെ ഇനി ബസ്സിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്ന സാധനമാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ സ്മോക്ക് ലേസർ സാധനങ്ങളൊക്കെ കളയാനുള്ള അത് നല്ലൊരു തീരുമാനമാണ്. ഓവർ ലൗഡ് ആയിട്ടുള്ള അതിന്റെ ഉള്ളിലുള്ള തുള്ളിച്ചാട്ടം അത് കുറച്ചാ കൊള്ളാന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഓടിക്കുമ്പോ എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ, ഓടിക്കാൻ അറിഞ്ഞൂടാ. അത് ഓടിക്കുന്ന ആൾക്ക് ഡിസ്ട്രാക്ഷൻ ആണ് ആ സൗണ്ട്. അതിന് പറയുന്നത് സയന്റിഫിക് ആയിട്ട് മ്യൂസിക്കിന് അതിന് ഈ പറഞ്ഞ ഡെസിബിൾ കണക്കുണ്ട്. ഈ റോഡിൽ പോകുന്ന വണ്ടികളിലും നമുക്ക് നമ്മുടെ വണ്ടിയിൽ ചിലപ്പോൾ ശരിക്കും നല്ല വോളിയത്തിൽ നല്ല സൗണ്ടിൽ നമുക്ക് പാട്ട് വയ്ക്കാൻ പറ്റും. പക്ഷെ അത് വെക്കാൻ റൂളില്ല. ഒരു ഇത്ര വോളിയം എന്നിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്
ആ വോളിയത്തിലെ പാട്ട് വെക്കാൻ പാടുള്ളൂ. ഈ ബസ്സിൽ അതാണ് അവസ്ഥ. അത് കട്ട് ചെയ്യാം, അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ലേസർ സ്മോക്ക് കട്ട് ചെയ്യുക. കാരണം ഈ ലേസർ എന്ന് പറഞ്ഞ സാധനം ഇതിനുള്ളിലും പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ ഒരു ബീം ലീക്കായി കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് വണ്ടിക്കാരൻ്റെ അവസ്ഥ എന്താ? ആരെങ്കിലും കണ്ണിലടിച്ചാലുള്ള പ്രശ്നം എന്താ? പിന്നെ മെയിനായിട്ട് ഈ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ്, പിന്നെ മൊബൈൽ സംസാരിച്ചുകൊണ്ട് ഇഷ്ടംപോലെ അല്ല, അതിപ്പോൾ KSRTC നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൺസ്യൂമറിനായിട്ടുള്ള വന്നിട്ട് KSRTC ബസ്സുകളിലൊരു സിസ്റ്റം വെച്ചിട്ടുണ്ട്. വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈവർ ഉറക്കം തൂങ്ങുമ്പോഴൊക്കെ അലാറം അടിക്കുന്നൊരു സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറത്തുണ്ട്, പുറത്ത് പണ്ട് പോലുള്ളതാകെ നല്ല കുറേ കൊല്ലം പഴക്കമുള്ള വോൾവോൻ്റെ ഒക്കെ പുറത്തുള്ള വണ്ടികളിൽ പണ്ട് കാലം പോലുള്ള സാധനം അതൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴെങ്കിലും കൊണ്ടുവരാൻ സമയമൊക്കെ വെച്ചു. ഇനി ഈ സാധനം ഞാൻ പറയുകയാണെങ്കിൽ കമ്പൾസറി ആക്കണം. ഈ പറഞ്ഞ ലോങ് പോകുന്ന വണ്ടികളിൽ, ടൂറിസ്റ്റ് സ്ഥലം, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ ഒരു ഇൻബിൽറ്റ് ബ്രത്ത് അനലൈസർ. കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവരുത്. ഓടുന്ന വണ്ടിയാണ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റോൾ ആവണം എഞ്ചിൻ, അവിടെ നിൽക്കണം വണ്ടി. അതുപോലെ പ്രൈവറ്റ് ബസ്സുകളുടെ ഡോറ് ഇപ്പൊ മറ്റേതാക്കിയല്ലോ, ഇപ്പോഴും അടയ്ക്കണ. ഇന്നാളെ ഞാൻ കണ്ടുപോലെ തെറിച്ചു പോയിന്ന് ഒരു ചേച്ചി മാളയ്ക്ക് പോണ വഴിക്കാൻ കണ്ട്. ചേച്ചി നോർമൽ ഡോസ് ഇപ്പൊ ഉണ്ടോ ബസ്സിന്? ഡോസ് മാൻഡേറ്ററി ആക്കിയതായിരുന്നല്ലോ മറ്റേ തുറക്കണം. ഡോറ് വെക്കണമെന്നുണ്ട്, ഡോറുണ്ട് ഇപ്പൊ, പക്ഷെ ആൾക്കാർ തെറിച്ചു പോണുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്നത് മറ്റേ ഓട്ടോമാറ്റിക് ഡോസ് നിർബന്ധമാക്കിയായിരുന്നല്ലോ ഒരിടയ്ക്ക്. നിർബന്ധമല്ല, ഡോർ വേണമെന്ന് പണ്ട് മുതലുള്ള നിർബന്ധ. പിന്നെ അവരെടുത്ത് കളഞ്ഞത് മറ്റേ കയറ് കെട്ടിയിടുന്ന പരിപാടിയും കണ്ടാണ് എടുത്തു കളഞ്ഞത്. അത് മാറ്റിയിട്ട് മറ്റേ ഓട്ടോമാറ്റിക് ഡോർ വേണമെന്ന് ആക്കിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വന്നിട്ട് എന്തായാലും ഇപ്പൊ ഉണ്ട്, പ്രൈവറ്റ് ബസ്സുകളുണ്ട്. ഇതൊക്കെ ശരിയാക്കണ്ട, അതില് കാശ് കിട്ടണമെങ്കിൽ ഇതൊക്കെ ചെയ്താലേ പറ്റുള്ളൂ. പിന്നെ ബൈക്കില് ക്യാമറ വെച്ചോണ്ട് പോണവര്, കാറില് ഡാഷ് ക്യാം ഉണ്ട്, നല്ല യൂസ് ഉണ്ട്. അല്ല ഇപ്പൊ ബൈക്കിന് ഡാഷ് ക്യാമുകൾ ഇറങ്ങുന്നുണ്ട് ബൈക്കിൽ ഫിറ്റ് ചെയ്യാൻ പാകത്തിന്. ഇനി അത് സർക്കാർ ഇല്ലീഗലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ സർക്കാർ തരണം. എനിക്ക് തോന്നുന്നു ഈ ഗോപ്രോ ഒക്കെ വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ ബ്ലോഗ് ചെയ്തോണ്ടൊക്കെ ഓടിക്കൂലേ, വടിയിൽ ഇങ്ങനെ തോട്ടി പോലെ വെച്ചിട്ട്. ഇതാണ്, അത് വേണ്ട, അതും വേണ്ട. ഹെൽമെറ്റ് മൗണ്ടഡ് വേണ്ട. ഹെൽമെറ്റ് മൗണ്ടഡും ഈ പറഞ്ഞ പോലെ അത് എയർഫ്ലോന് ഇഷ്യൂ പറയുന്നത് അതും മനസ്സിലാക്കാം, ഈ എയറോഡൈനാമിക്സിനെ ബാധിക്കും. പോട്ടെ, ചെസ്റ്റ് മൗണ്ട് ആയിട്ട് വെക്കാമല്ലോ. ചെസ്റ്റ് ട്രാപ്പ് ഇട്ടിട്ട് ക്യാമറ വയ്ക്കുന്നത് ഇല്ലീഗലാക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ബൈക്കിന് ഇപ്പോൾ ഡാഷ് ക്യാമറകൾ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ കാറിന് ഡാഷ് ക്യാം വെക്കുന്ന പോലെ ബൈക്കിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഇൻഫോർടൈൻമെൻറ്റ് വിത്ത് ഡാഷ് ക്യാം ഒക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട്. അത് ഫിറ്റ് ചെയ്യുമ്പോൾ അത് ഇല്ലീഗലാണെന്ന് പറയാൻ പാടില്ല. ഡാഷ് ക്യാം ലീഗലായിരിക്കണം ശരി. ഞാൻ പറയുന്നത് ഡാഷ് ക്യാം മാൻഡേറ്ററി ആക്കണം. കാരണം ഏത് ആക്സിഡൻറ്റ് ഉണ്ടായാലും ഇൻഷുറൻസുകാർക്കായാലും പോലീസുകാർക്കായാലും ആർക്കായാലും ഒരു എവിഡൻസ് ആണത്. ഈ കണ്ട കടകളിൽ കയറിയിട്ട് ചേട്ടാ CCTV ഉണ്ടോയെന്ന് അന്വേഷിച്ച് നേരം ഭേദമല്ലേ ആക്സിഡൻ്റ് ആയ വണ്ടിയിൽ നിന്ന് വിഷ്വല് കളക്ട് ചെയ്യുക. സർക്കാർ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഹെൽമെറ്റിലും ചെസ്റ്റിലൊക്കെ വെക്കുകയാണെങ്കിലേ അത് ആൾക്കാർക്ക് ബ്ലോഗ് ചെയ്യാൻ ടെൻഡൻസി കൊടുക്കും. അങ്ങനെ വെച്ചിട്ട് ബ്ലോഗ് ചെയ്തോട്ടെ, പക്ഷെ ഇത് ബ്ലോഗ് ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുമ്പോ വണ്ടി ഓടിക്കാനുള്ള ശ്രദ്ധ കുറയുമല്ലോ ബ്ലോഗ് ചെയ്യുമ്പോൾ. ക്യാമറ സെൽഫായിട്ട് എടുക്കുമ്പോഴാണല്ലോ ശ്രദ്ധ പോകുന്നത്. അല്ല, ഇതിപ്പോ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ആള് സംസാരിച്ചോണ്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ ശ്രദ്ധ കുറയുന്നുള്ള രീതിയിലായിരിക്കും. സംസാരിച്ച് പിടിക്കുകയാണെങ്കിൽ ചാർജ് ചെയ്തോട്ടെ, അങ്ങനെ ചെയ്യുന്നതിന് പിടിക്കാം. അതിപ്പോ അവർക്ക് അറിയാലോ. ഇപ്പൊ നിർത്തുന്ന സമയത്ത് ക്യാമറ ചെക്ക് ചെയ്യാം, ഒറ്റയ്ക്ക് സംസാരിച്ചു പോയി കഴിഞ്ഞാൽ പിടിക്കാന്ന്. അത് ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് ഡയലോഗ് പറഞ്ഞു പോകണമെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ കാറിനുള്ള വർത്തമാനം പറയാൻ പാടില്ല. കാറിനുള്ള വർത്തമാനം പറയാന്ന് പറഞ്ഞാൽ ഇതാ പറഞ്ഞ കോൺസെൻട്രേഷൻ കുറയും ഈ സാധനം ചെയ്യുമ്പോൾ. അത് ഉള്ള കാര്യമാണ്. ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ ചാർജ് ചെയ്തോട്ടെ ശരി, എന്നാലും ക്യാമറ വെക്കാൻ പാടില്ല എന്നുള്ള റൂളല്ലല്ലോ, അതല്ലല്ലോ ചെയ്യേണ്ട രീതി. ഡാഷ് ക്യാം നല്ലതാണ്. വർത്തമാനം പറയുന്നത് ഈ പറഞ്ഞ പോലെ ശ്രദ്ധ കുറയ്ക്കുമെന്നുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാക്കിലേക്ക് ആളും മിണ്ടാൻ പാടില്ല എന്നാള് റൂൾ വരാൻ പോകാന്ന് പറഞ്ഞു. അതുപോലെയൊക്കെ ആക്കേണ്ടി വരും. പിന്നെ എല്ലാവരും മറ്റേ റോബോട്ട് ഇട്ടാൻ പോണ്ടി വരും. ഉറപ്പായിട്ടും കാറൊക്കെ ഇപ്പൊ ലോങ് പോകുന്ന ആൾക്കാര് വലിയ കാര്യമായിട്ട് ഉറങ്ങാതിരിക്കുന്നത് ഈ വർത്തമാനം പറയുന്നതുകൊണ്ടാണ്. മൊബൈൽ സംസാരിച്ച് ഓടിക്കുമ്പോൾ ഇപ്പം ഞാൻ വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ മൊബൈലിൽ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ വൈഫ് വിളിച്ചു, ചേട്ടാ റേഷൻ കാർഡ് എവിടെ നിന്ന് നോക്കുമ്പോൾ റേഷൻ കാർഡ് നമ്മുടെ അപ്പം നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ വണ്ടിയുടെ വഴിക്ക് പോയി. അതാണ് മൊബൈലിലെ പ്രശ്നം. ഒരു പറയുന്ന അറ്റൻറ്റീവ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. നമ്മൾ ബ്ലൈൻഡാണ് അപ്പോൾ ആ സമയത്ത്. പണ്ട് ഇതുപോലെ കൂട്ടുകാരൻ എനിക്ക് ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണത്. കൂട്ടുകാരൻ ഇതുപോലെ വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോയിരുന്നു.
അപ്പോൾ അവൻ വണ്ടി ഓടിക്കുന്നത് ഞാൻ സൈഡിലിരിക്കുന്നുണ്ട്. ഞാനപ്പോൾ ഫോണിൽ നോക്കിയിരിക്കുക. ഒരു കോൾ വന്ന് ഇവന് ഇതുപോലെ ബ്ലൂടൂത്തിൽ അറ്റൻഡ് ചെയ്തു. സംസാരിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ഈ നമ്മുടെ കരയാമ്പറമ്പ് സിഗ്നലിലെത്തിയ സമയത്താണ് അവന് കോൾ വരുന്നത്. കുറച്ച് കഴിഞ്ഞ് കോൾ കട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത്താണ് എത്തി ഓൾമോസ്റ്റ്. പറഞ്ഞു നമ്മൾ അങ്കമാലി കഴിഞ്ഞു വന്നു എന്നോട്. അത് ബ്ലൈൻഡ് ആവും. ആ സമയത്ത് കട്ടായി. അവൻ അറിഞ്ഞിട്ടില്ല അങ്കമാലി പാസ് ചെയ്ത് വന്നത്. അപ്പൊ ഞാനപ്പോ എന്താ പണ്ടാരത് ആരുടെ ഭാഗ്യത്തിനാണോ അവിടെ എത്തിയപ്പോ. അതൊരു പ്രശ്നം. അപ്പൊ ലിസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലീഗലൈസ് ആക്കേണ്ട മോഡിഫിക്കേഷൻ സാധനങ്ങളുണ്ട്. ലീഗലൈസ് ആക്കണ്ട. എനിക്കൊരു കാര്യം പറയാനുള്ളത് കളറ്. ഇപ്പം ഞാൻ പറഞ്ഞ ഹൈപ്പർ ഷിഫ്റ്റ് കളേഴ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അത് ഓക്കെ പറയുന്നതിൽ കാര്യമുണ്ട്. വണ്ടിയുടെ കളർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ അത് പോട്ടെ. നോർമൽ കളേഴ്സ് അടിക്കുന്നത്, കളർ ചേഞ്ച് വയ്ക്കുന്നത്, ഇതിൽ എന്തെങ്കിലും വെറൈറ്റി അടിച്ചാലും അത് ലീഗലായിട്ട് കളർ ചേഞ്ച് ചെയ്ത് ചില കളേഴ്സ് അലോ ചെയ്യുന്നില്ല. പക്ഷേ അത് ഒരുപാട് സ്റ്റിക്കറിങ്ങും ഒരുപാട് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഡിസൈൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കളേഴ്സ് വന്നു കഴിഞ്ഞാലൊന്നും സമ്മതിച്ചു. ഒറ്റ കളറൊക്കെ സിംഗിൾ കളർ അടിക്കണം. അത് കുഴപ്പമില്ല. ഡ്യുവൽ ടോൺ അടിക്കാം. റൂഫിനും ഇങ്ങനെ അങ്ങനെ അടിക്കാം. അത്രേ അല്ലാണ്ട് മിക്സ് ചെയ്ത് അടിക്കാനുള്ള സ്റ്റിക്കറൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആക്ച്വലി അത് അലൗഡ് ആക്കാൻ പാടില്ല. കാരണം നമ്മുടെ ശ്രദ്ധ ഈ പറഞ്ഞ പോലെ റൂട്ടിൽ ഈ ഇങ്ങനത്തെ വണ്ടികൾ കാണുമ്പോൾ നമ്മൾ അതിനോട് ഞാൻ യോജിക്കില്ല. കാരണം ശ്രദ്ധ പോകുന്നത് അത് ഓടിക്കുന്നവരുടെ മൈൻഡ്. ഇപ്പം ഞാൻ പോകുമ്പോ നമ്മള് നല്ല എക്സോട്ടിക് കാഴ്സ് നമ്മുടെ റോഡിൽ പോകുന്നുണ്ട്. അത് സ്ട്രീറ്റ് ലീഗലാണല്ലോ. എക്സോട്ടിക് കാഴ്സ് നമ്മുടെ റോഡിൽ സ്ട്രീറ്റ് ലീഗലായിട്ടല്ലോ ഓടുന്നത്. അൾട്രാ ലക്ഷറി ആണ്. ആ സാധനം പോകുമ്പോ എല്ലാരും ശ്രദ്ധ പോകുന്നുണ്ട്. അതിന്റെ സൗണ്ട്, അതിന്റെ ലുക്ക്. കാരണം റയർ ആയിട്ട് കാണുന്ന വണ്ടിയാണ്. വിന്റേജ് കാർസ് അല്ല പറഞ്ഞ കാർസ് ഏതായാലും ഇത് റയർ ആയിട്ട് കാണുന്ന സാധനം. ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധ പോകും. ചിലർ അതിന്റെ പുറകെ വെച്ച് പിടിക്കാൻ നോക്കും. അത് അധികമില്ലല്ലോ. ഇപ്പൊ വല്ലപ്പോഴൊക്കെയല്ലേ കാണുള്ളൂ. അതാ പറഞ്ഞ നമ്മള് എല്ലാ വണ്ടികളും ഇതുപോലെ അല്ല. എപ്പോഴായാലും റോഡിലെ വണ്ടി അങ്ങനെയാണെങ്കിൽ റോഡിലെ എല്ലാ വണ്ടി ഇങ്ങനെ ആകുമ്പോ ഇത് കാണാൻ കിട്ടാത്ത സാധനം ആവുന്നില്ല. അപ്പൊ എല്ലാവർക്കും ചെയ്യാവുന്ന കേസാവുമ്പോ ഇത് റയർ ആവില്ല ഒരിക്കലും. ഇത് ലീഗലാണെന്നുണ്ടെങ്കിൽ ആർക്കും ചെയ്യാം. എനിക്ക് എന്റെ വണ്ടിയും പെയിന്റ് ചെയ്യാം, സ്റ്റിക്കർ വർക്ക്സ് ചെയ്യാൻ. അപ്പൊ ആർക്കും അത്ഭുതപ്പെടുന്നില്ല. കാരണം ഇത് സ്ഥിരം കാഴ്ചയാവും നമ്മുടെ നാട്ടില്. ഇപ്പം നമ്മുടെ നാട്ടിൽ ആ സ്ഥിരം കാഴ്ച ആവുന്ന ഒരു അപകടങ്ങൾ ഉണ്ടാവാം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതൊരു വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അടുത്ത ലീഗലൈസ് ചെയ്യേണ്ട മോഡിഫിക്കേഷൻ പിന്നെ ഈ സ്നോർക്കൽ എന്തിനാണ് ഇല്ലീഗലാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സ്നോർക്കൽ കൊണ്ട് എന്താണ് ഇഷ്യൂ? ഓഫ് റോഡ് 4x4 വണ്ടികൾ നമ്മുടെ നാട്ടിൽ ഇല്ലീഗലല്ല. 4x4 വണ്ടികൾ ഇപ്പൊ സെയിൽ നടക്കുന്ന സാധനമാണ്. 4x4 വണ്ടിക്ക് സ്നോർക്കൽ വെക്കുന്നതുകൊണ്ട് എന്താണ് ഇഷ്യൂ? ഗൂർക്കൽ ബൈ ഡിഫോൾട്ട് സ്നോർക്കൽ വരുന്നുണ്ട്. പക്ഷെ ഈ സെയിം സാധനം നമ്മൾ താറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എസ്യൂവിലോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലീഗല. വൈ? സ്നോർക്കൽ വെക്കുന്നതുകൊണ്ട് എയർ ഇൻടേക്ക് ഇവിടെ നിന്നുള്ളത് മോളിൽ നിന്നാകും, അത്രേ ഉള്ളൂ. വേറെ ഒരു സാധനം ഇല്ല. അതായത് ഫ്രണ്ടിലെ ഗ്രില്ലിൽ കൂടെ എയർ വലിക്കുന്നതിന് വരെ മോളിൽ നിന്ന് വലിക്കുന്നു, അത്രേ ഉള്ളൂ. എയർ ഇൻടേക്ക് മാത്രമാണ് ഈ സ്നോർക്കൽ എന്ന് പറഞ്ഞ സാധനം. വേറെ പവറിനൊരു വ്യത്യാസമില്ല, ഒന്നുമില്ല. ചിലപ്പോൾ എഞ്ചിൻ അതുകൊണ്ട് ഒരു വ്യത്യാസവും ഇല്ല. ഫ്രണ്ട് ഗ്രില്ലിൽ നിന്ന് എയർ വലിക്കുന്നതിന് വരെ ടോപ്പിൽ നിന്ന് എയർ വലിക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു വ്യത്യാസവും വരാനില്ല. അടുത്ത ലീഗലൈസ് ചെയ്യേണ്ട മോഡിഫിക്കേഷൻ ബ്രേക്സ് അപ്ഗ്രേഡ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിന് കമ്പനി വെക്കുന്ന ബ്രേക്ക് ചിലപ്പോൾ നല്ല പെർഫോമൻസ് തരണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ ക്ലൈമറ്റിൽ ഇപ്പോൾ കമ്പനി വരുന്ന സാധാ ലോക്കൽ ബ്രേക്സിനേക്കാളും എന്തുകൊണ്ട് നമ്മൾ കൂടിയ റോട്ടർ മേടിച്ചിട്ടു അല്ലെങ്കിൽ കാലിപ്പർ മേടിച്ചിട്ടു ബ്രേക്കിംഗ് എപ്പോഴും കൂടുള്ളൂ. പക്ഷെ അങ്ങനെ അധികം പിടിക്കണ്ടോ എനിക്ക് അങ്ങനെ പിടിക്കണ്ടോ വെച്ചാൽ പെട്ടെന്ന് കാണുന്ന സാധനം ഇല്ലാത്തതുകൊണ്ട് പിടുത്തം കുറവാണ്. കണ്ടു കഴിഞ്ഞാൽ പിടിക്കും. ചിലരുടെ കാലിപ്പേഴ്സ് വലുതിട്ട് കഴിയുമ്പോഴത്തേക്കും കളർ കാണുമല്ലോ, അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് ആഫ്റ്റർ മാർക്കറ്റാ. അങ്ങനെയുള്ള സൈൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പോയിലേഴ്സ് എയറോഡൈനാമിക്സിനെ ബാധിക്കുന്നുണ്ട്. പക്ഷെ നല്ല രീതിക്ക് ബാധിക്കുള്ളൂ. പക്ഷെ അത് നല്ല സ്പോയിലർ വെക്കുകയാണെങ്കിൽ ഇത്രയുള്ള വണ്ടിക്ക് ആന സ്പോയിലർ റേറ്റ് വെക്കരുത്. അനുയോജ്യമായ ഒരു സാധനം വെക്കുമ്പോ നല്ല സ്പോയിലർ വെക്കുക. പിന്നെ ഈ ലോക്കൽ സ്പോയിലർ വെച്ചാലും പ്രശ്നം. അത് എയറോഡൈനാമിക്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ബാധിക്കാം. പിന്നെ ലോക്കല് കമ്പനിക്ക് ഒടിഞ്ഞു പോവും, പറഞ്ഞാൽ ഈ ബാക്കിൽ നിന്ന് വണ്ടിയുടെ മണ്ടയ്ക്ക് കയറി അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. കാറിന്റെ മേലെ വെക്കണ ഒരു ബോക്സ്, സ്റ്റോറേജ് ബോക്സ് സൈഡിലും വെക്കും. അത് വേണമെങ്കിൽ ഇല്ലീഗലായിട്ട് കൺസിഡർ ചെയ്തോ. കാരണം വണ്ടിയുടെ ഡയമെൻഷൻസ് മാറുന്നുണ്ടെന്ന് ഞാൻ സ്റ്റെബിലിറ്റി നല്ല രീതിക്ക് കാറില് സ്റ്റോക്കില് തന്നെ കമ്പനിക്കാര് സൈഡില് ജെറിക്കാൻ പോലത്തെ സാധനമൊക്കെ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യുന്നത്. അത് ഇല്ലീഗലാണോ? കമ്പനി ഗണേഷ് കുമാറിന്റെ കാറിലുണ്ട്.
ഗണേഷ് കുമാറിന്റെ എല്ലാം ലീഗലാണോ? എനിക്ക് അറിഞ്ഞൂടാ. അല്ല ആ വെള്ള ഗണേഷ് റോക്ക് കുമാറിന്റെ പോലെ ഗണേഷ് കുമാറിന്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ആക്ച്വലി എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു റോക്സിൽ അങ്ങനെ സൈഡില് ഇൻബിൽഡ് ആയിട്ട് വരുന്നില്ല. ജെറിക്കാനൊന്നും വരുന്നില്ല, ജെറിക്കാനല്ല, ബാക്കിലെ ലാഡർ വരുന്നുണ്ട്. ലാഡർ അല്ല, ഒരു ചുവന്നൊരു ബോക്സ് വരും. ആ അത് എനിക്ക് ഉറപ്പില്ല കേട്ടോ. ജെറിക്കാനല്ല, എനിക്ക് സ്റ്റോറേജ് തോന്നുന്നു ബോക്സ് ഒന്നും അത് വരുന്നില്ല എന്ന് തോന്നുന്നു, സ്റ്റോക്ക് ആയിട്ട്. അത് എക്സ്ട്രാ ഫിറ്റിംഗ് ആണെന്ന് തോന്നുന്നു. അല്ല അതൊക്കെ പറഞ്ഞാലേ കമ്പനി എക്സ്ട്രാ ഫിറ്റിംഗ്സ് വരുന്നത് പലതും ലീഗലും നമ്മൾ മേടിക്കുമ്പോൾ ഇല്ലീഗലും ആണ്. Actually, ഞാൻ പറഞ്ഞത് extra സൈഡിലത്തെ fittings- ചെറുതോ അല്ലെങ്കിൽ ബാക്കിൽ ഒരെണ്ണം വെക്കുന്നതോ പോട്ടെന്നൊക്കെയാ. Yeah, actually extra Top fittings വയ്ക്കുന്നതന്നെയായിരുന്നു ഞാൻ പറഞ്ഞത്. വിൽക്കുന്ന കമ്പനീസിനെ ആക്ച്വലി ഇവര് നിർത്തല്ല, അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ ഒരു ക്വാളിറ്റി ഉള്ള അതിന് നമുക്ക് വണ്ടീനെ ബാധിക്കില്ല എന്ന് ഉറപ്പുള്ള പ്രൊഡക്ട്സിന് സർക്കാർ അപ്രൂവൽ കൊടുത്ത് അതിന് മാർക്കറ്റ് ആക്ച്വലി ഒരു R&D ഒക്കെ വെച്ചിട്ട് അവര് റിസർച്ച് ചെയ്ത് നല്ലത് മാത്രം സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും വെക്കാവുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഗവൺമെന്റിൽ നിന്ന് ഒരു പേപ്പർ വെക്കുക, ഇത് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് ഗവൺമെന്റിൽ നിന്നുള്ള പേപ്പറുള്ള പ്രൊഡക്ഷൻ മാത്രം ഇനി പോലും ഇവിടെ വിൽക്കാൻ പറ്റുള്ളൂ എന്ന് വെക്കുക. സർക്കാർ അപ്പൊ അപ്രൂവ് എല്ലാ ചെയ്തിട്ട് ഒരുവിധം പ്രശ്നങ്ങളും. അപ്പൊ ഇത് മേടിക്കാനും പറ്റും, ആൾക്കാർക്ക് അറിയില്ലല്ലോ. അപ്പൊ ആൾക്കാർ മേടിക്കുന്ന സാധനങ്ങൾ നല്ലതായിരിക്കും, വണ്ടിയുടെ പൈസ ദോഷം ഉണ്ടാവില്ല, MBDനെ പേടിക്കേണ്ട, ധൈര്യമായിട്ട് വെക്കാം. സർക്കാർ സ്റ്റാൻഡർഡൈസ് ചെയ്തൊരു QC വെച്ചിട്ട് QC സർട്ടിഫിക്കറ്റ് എടുത്ത പ്രൊഡക്ഷൻ മാത്രം കടകളിൽ വിൽക്കാൻ പാടുള്ളൂ. പ്രശ്നമില്ല. അപ്പൊ പിന്നെ ഇത് ചെയ്യുന്ന ടെക്നീഷ്യൻസും എല്ലാവരും ടെക്നീഷ്യൻസിന് അതാ പറഞ്ഞ അപ്പൊ കടകളിലാണെങ്കിലും അപ്പൊ ഗവൺമെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാക്കണതിന് വേണ്ടി MBD ചെയ്യട്ടെ. MBDക്ക് റോട്ടിലിറങ്ങി ഫൈൻ മേടിക്കണ നേരം ഉണ്ടാതിരുന്ന് ചെയ്യട്ടെ. ഇപ്പൊ കടയിൽ നിൽക്കുന്ന ടെക്നീഷ്യൻ ആണെങ്കിൽ സർട്ടിഫൈഡ് ടെക്നീഷ്യൻ ആയിരിക്കണം എന്നുള്ള റൂൾ വെക്കുക. എനിക്ക് തോന്നുന്നു പുറത്തെ രാജ്യങ്ങളിലൊക്കെ ദുബായിൽ സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ ലീഗലാണല്ലോ. അപ്പൊ അവര് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റാൻഡർഡൈസ് അല്ല, ചെയ്യുന്നത്. ദുബായിൽ ഡെസേർട്ട് സഫാരിക്ക് വന്ന് വണ്ടികൾ കണ്ടിട്ടുണ്ടോ? അതിലില്ലാത്ത ലൈറ്റുകളില്ല. ശരി, ആ വണ്ടി ടയർ അപ്പ് സ്കെയിൽ ചെയ്യാണ്ട് ഓടാൻ പറ്റുമോ? അതെ, ഈ പറഞ്ഞ അപ്സ്കെയിൽ ടയർ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ 2018 പല പകുതി കാര്യങ്ങൾ നടന്നത്. സ്നോർക്കല്, അന്ന് സ്നോർക്കലില്ലാത്ത വണ്ടി ഉണ്ടെങ്കിൽ വെള്ളത്തിലിറക്കി കൊണ്ടുപോകാൻ പറ്റുമോ? ഇഷ്ടം പോലെ റോഡൊക്കെ ചെളി കയറി ചതുപ്പോലെ നടന്നിരുന്നത്. ഈ ടയർ പുറത്തേക്ക് തള്ളിക്കുന്ന ടയറിൽ പറഞ്ഞ ഓഫ് റോഡ് വണ്ടികൾ പണിതിറക്കിയ വണ്ടി പ്രാന്തന്മാര് തന്നെയാണ് ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ സർക്കാരിന് ഒരു വിലയില്ലാണ്ടായി അവിടെ. അടുത്ത ലീഗലൈസ് ചെയ്യേണ്ട സാധനം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് പറഞ്ഞ ഓക്കെ, പക്ഷെ ഈ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കളയുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻ. അല്ല, അത് ഞാൻ പറഞ്ഞ ടോപ്പ് ബോക്സ് ശരിയാണ്, കാറ്റ് പിടിക്കും. അല്ല, ടയറൊക്കെ അപ്പൊ ടയർ സൈഡിലേക്ക് തള്ളുന്നത് ഇത്തിരി പ്രശ്നമാണ്. സ്റ്റെബിലിറ്റി പോകുന്ന രീതിയിലുള്ളത് എനിക്ക് തോന്നുന്നു ഇല്ലീഗൽ തന്നെ. ടയറില് അല്ല, റിമ്മ് മാത്രം മാറ്റാൻ സമ്മതിച്ചാൽ മതി. അല്ല, ടയർ ഇപ്പൊ ഒരു പൊടിക്ക് തള്ളുന്ന ഡയമെൻഷൻസ് മാറുന്നത്, വണ്ടി ഡയമെൻഷൻസ് മാറുന്ന രീതിയിലുള്ളത്. ചിലവര് മറ്റേ പുറത്തെ രാജ്യങ്ങളിൽ എങ്ങനെ എനിക്ക് മനസ്സിലാവില്ല. അവരെങ്ങനെ സ്റ്റെബിലിറ്റി ഞാൻ പറയണതല്ല, ആക്ച്വലി വണ്ടിയുടെ ഇപ്പൊ ഒരു വിട്ട് കൂടിക്കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടാണ് സാധാരണ ചെയ്യാൻ. അല്ല, അത് ഒരു വളവ് വളയ്ക്കുന്ന സമയത്താണ് ആ ഒരു എന്താ പറയാ, വളവ് വളയ്ക്കുന്ന കാര്യ സമയത്ത് വിട്ട് കൂട്ടിയില്ലെങ്കിലാ പ്രശ്നം. കാരണം നാസ്കാർ കേട്ടിട്ടുണ്ടോ? നാസ്കാർ റേസ് എല്ലാ കാറുകളും തള്ളിച്ച് ടയർ ചെരിച്ചു വിട്ടിട്ടാണ് വണ്ടി ഓടിക്കുള്ളൂ. കാരണം ഹൈ സ്പീഡിലാണ് കർവുകൾ എടുക്കുള്ള റേസിൽ. അപ്പോൾ വണ്ടി അത് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കിടക്കും തകിടം. ഫസ്റ്റത്തെ വളവിൽ വണ്ടി ഉരുണ്ട അപ്പുറത്തെത്തും, നേരെ ഫിനിഷ് ലൈനിൽ എത്തിക്കുള്ളൂ. ഉരുണ്ട പോകാൻ മാത്രം. അതായത് ഹൈ സ്പീഡിൽ മറ്റേ വളവുകൾ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ റേഷ്യോയിൽ ഇപ്പോൾ ഹൈറ്റ് വിത്ത് ടു ഹൈറ്റ് റേഷ്യോ എടുക്കാന്ന് വെച്ചാൽ വിട്ട് കൂടിയിരിക്കണം ഹൈറ്റിനേക്കാളും. അപ്പോഴാണ് വണ്ടി റോളാവാനുള്ള ചാൻസ് കുറയുക. ഹൈറ്റ് ഇല്ല, ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ വണ്ടിയുടെ വിട്ട് എന്തോരുണ്ട്, പരന്ന വണ്ടിയാ. അങ്ങനെ എനിക്ക് സ്പോർട്സ് കാറുകൾ മുഴുവൻ ഇത് മാറ്റണം. പിന്നെ ഈ വണ്ടികളില് എഞ്ചിൻ മോഡിഫിക്കേഷൻ ചെയ്യണത്, എഞ്ചിൻ മോഡിഫിക്കേഷനോട് എനിക്കും വലിയ താല്പര്യമില്ല. ഭയങ്കര പ്രശ്നം അത് ശരിക്കും നല്ല ഇഷ്യൂ ആണ്. ഈ പറഞ്ഞ പോലെ ഇലക്ട്രിക്കല് ഷോർട്ട് ആവുന്ന പോലെ അല്ല, അതിലും വലിയൊരു കത്തലങ്ങട് കത്തുന്നാലും. പണ്ടൊക്കെ സ്കോഡ ഒക്ടാവിയൊക്കെ മേടിച്ചിട്ട് ആൾക്കാർ കുറെ റീമാപ്പ് ചെയ്യും, അതിലും സ്റ്റാർട്ട് ചെയ്ത് ആക്ച്വലി മാപ്പിംഗ് ഇഷ്യൂ മാപ്പിംഗ് ചെയ്യുന്നോണ്ട് ചെയ്യും. സയന്റിഫിക് ആയിട്ട് അറിയാവുന്നവര് പ്രോപ്പർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പീറ്റ്സ് എന്ന് പറഞ്ഞ ഇതൊക്കെ ഉണ്ടായിരുന്നു. പീറ്റ് സൺഡേ എന്നൊക്കെ പറഞ്ഞ ഒരു പരിപാടി നടത്തിയിരുന്നു. അത് ആക്ച്വലി വണ്ടിക്ക് പ്രോബ്ലം തന്നെയാണ്.
പിന്നെ എനിക്ക് മനസ്സിലാവാത്ത പുറത്തെ രാജ്യങ്ങളിൽ ഇതെല്ലാം ചെയ്തിട്ടും ലീഗലാണ്. അത് ഇങ്ങനെ അതാ പറഞ്ഞത്, ഇതൊന്നും അത്ര വലിയ ഇഷ്യൂ അല്ല. റീമാപ്പിംഗ് ഞാൻ പറഞ്ഞില്ല, റീമാപ്പിംഗ് അത്ര വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനീ പറഞ്ഞ ബോറിംഗ് പണിയാ. ബോറിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന്റെ ബലം കുറഞ്ഞിട്ട് ഈസിയോ റീമാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു റീപ്രോഗ്രാമിംഗ് മാത്രമാണ്. അതായത് കമ്പനി ലിമിറ്റ് വെച്ചേക്കണത് നമ്മൾ ഇതിനോട് ഫ്യൂവലും എയറും കൂടുതൽ റേഷ്യോ ഉണ്ടല്ലോ, ആ റേഷ്യോനെ മാത്രം ചേഞ്ച് ചെയ്ത് വണ്ടിയുടെ പവർ കൂട്ടുന്ന ഒരു റീമാപ്പിംഗ്. അതെനിക്ക് വലിയ ഇഷ്യൂ ആയിട്ട് തോന്നില്ല. വണ്ടിയുടെ പവർ ഇത്തിരി കൂടും, റീമാപ്പിംഗ് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അതിനനുസരിച്ച് ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ കൂടണം, എല്ലാം സെറ്റ് ചെയ്യണം. പൈസ ഇറക്കി ചെയ്യാൻ പറ്റുന്നവനാണെങ്കിൽ പ്രോപ്പറായിട്ട് സയന്റിഫിക് ആയിട്ട് ചെയ്യാൻ അറിയാവുന്ന സ്ഥലത്ത് പ്രോപ്പർ എക്യുപ്മെന്റ്സ് വെച്ച് പ്രോപ്പർ അപ്ഡേറ്റ്സ് ചെയ്ത് അങ്ങനെ ഇത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മുടെ വണ്ടി ഇതിന് ഇത്രയും സെക്കൻഡ് സ്റ്റേജ് റീമാപ്പിംഗിന് ഈ റീമാപ്പിംഗ് ഇല്ലീഗല് നമ്മുടെ കേരളത്തിൽ റീമാപ്പിംഗ് എൻജിൻ മാപ്പിംഗ് പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാലോ. ആദ്യം പറഞ്ഞ പോലെ ഈ റീമാപ്പ് ചെയ്യുന്നത് ഇല്ലീഗൽ ആണെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ സർക്കാർ ലൈസൻസ് കൊടുത്താണ്. അവരുടെ പരസ്യം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട്. അതും അവർ പ്രീമിയം വണ്ടികളില് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആയിട്ട് പിള്ളേർ സ്കോഡ വണ്ടികൾക്കൊക്കെ ജീവിക്കാലോ. ഇപ്പൊ ബൈക്കുകളൊക്കെ ഉണ്ട്, നമ്പറൊന്നും ഇല്ലാണ്ട് ട്രാക്കിൽ മാത്രം കാറിനുള്ളിൽ കയറ്റിട്ട് അവർ എടുത്തുണ്ടോ ട്രാക്കില് കൊണ്ട് ഇറക്കുള്ളൂ, റോഡ് ലീഗലല്ലാത്ത വണ്ടി. അതൊക്കെ റീമാപ്പ് ചെയ്യാലോ, അതിന് പഠിപ്പിക്കാലോ. റീമാപ്പിംഗ് അല്ല, ഇനി മറ്റേ എഞ്ചിനേ വേറെയാണോ വണ്ടി. ആക്ച്വലി എനിക്ക് തോന്നുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ചെയ്യുന്ന കമ്പനീസിനൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. അതായത് എനിക്ക് തോന്നുന്നു സർക്കാർ ഇതിന് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കോയമ്പത്തൂരും കുന്നംകുളം പാർട്ടി ഒന്നും ഉണ്ടാവില്ല അവിടെ ഒരു കമ്പനി ഒരു എക്സ്ട്രാ ഫിറ്റിംഗിന്റെ പാർട്ടി ഇറക്കണമെങ്കിൽ അത്ര സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് എല്ലാ പേപ്പർ വർക്ക്സും ഉണ്ട്, കമ്പനി പ്രൊഡക്ട്സ് ഇറങ്ങുന്നത്. ഇവിടെ സർക്കാർ ചെയ്യേണ്ടത് ഇതൊക്കെ നിരോധിക്കുന്നതിന് പകരം പ്രോപ്പറായിട്ട് ഈ സാധനങ്ങൾ സ്റ്റാൻഡേർഡ് നല്ല കമ്പനികൾ ലൈസൻസ് പേപ്പേഴ്സ് ഉള്ള പ്രൊഡക്ട്സ് ഇറക്കുക. അപ്പൊ നമുക്ക് മോഡിഫൈ ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ലല്ലോ, ലീഗലാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ സർക്കാരിനും ചെയ്യാം. നല്ലൊരു വണ്ടി വന്ന് ചേസ് ചെയ്ത് പിടിക്കണമെങ്കിൽ അവരുടെ വണ്ടി നല്ല രീതിക്ക് പണിത് തീർക്കട്ടെ. അല്ലാണ്ട് ഈ ബൊലേറോ വെച്ചിട്ട് സ്കോഡ കൂടി കിട്ടുമോ? ഒരുവിധം നമ്മള് ടൈം ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ചെറിയ ലാസ്റ്റ് പോയിന്റ്സ് ആയിട്ട് 1-2 പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാനുള്ള പോയിന്റ്സ്? നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ മോഡിഫൈ ചെയ്യുന്ന കമ്പനീസ് എല്ലാം എനിക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ആണെങ്കിലും ഒക്കെ എല്ലാം ലൈസൻസ് എടുത്ത് പ്രോപ്പറായിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്തിറക്കുന്ന പ്രൊഡക്ഷൻ മാത്രം കടയിൽ വിൽക്കാനുള്ള സംവിധാനം ചെയ്യുക. ടെക്നീഷ്യൻസ് സർട്ടിഫൈഡ് ആയിട്ട് ചെയ്യുക. കടകളിൽ അതിന് വേണ്ടി കടകളിൽ വിസിറ്റ് നടത്തി എല്ലാം ചെക്ക് ചെയ്ത് കാര്യങ്ങൾ പ്രോപ്പർ ആണോ നോക്കുക. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പ്രൈവറ്റൈസ് ആക്കിയിട്ടുണ്ടല്ലോ, പ്രൈവറ്റ് ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കാം. അതേപോലെ ഇതിനും സർട്ടിഫിക്കറ്റ്സോ പ്രൂഫോ എന്തെങ്കിലും വെക്കണം. ഈ വണ്ടി റീമാപ്പ് ചെയ്തിട്ടുണ്ട്, ഇതിന് ഇത്ര ബ്രേക്ക്. റീമാപ്പിംഗ് ഓൾറെഡി അത് ചെയ്യുന്ന ഏജൻസിന്ന് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അല്ല, ഗവൺമെന്റ് അതോറിറ്റി അറിഞ്ഞോട്ടെ. അത് ചെയ്യുന്ന സ്ഥാപനം, റീമാപ്പിംഗ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെ കാര്യങ്ങൾ വാലിഡ് ആണോ ചെക്ക് ചെയ്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. നിങ്ങൾ റീമാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം ഈ സ്ഥാപനം, അങ്ങനെ കൊണ്ടുവരാം. എല്ലാം ലീഗലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലീഗലൈസ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഈ പറഞ്ഞ പോലെ ഭയങ്കര സൗണ്ടുള്ള അതൊക്കെ എടുത്ത് കളയാ. സൈലൻസർ പബ്ലിക് ന്യൂസൻസ് ആണല്ലോ. ഈ പറഞ്ഞ പോലെ ആർക്കും ഉപകാരമില്ലാത്ത മിറർ വെക്കുന്നത് ഒന്നും കാണില്ല, അതിൽ കണ്ണുപോലും കാണാൻ പറ്റില്ല. എയർ ഹോൺ, ക്രാഷ് ഗാർഡ്, പിന്നെ എയർ ഹോൺ ഒക്കെ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ്. അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബസ്സുകളിലെ അതൊക്കെ ഇല്ലീഗലായിട്ടാണ്. അത് ഒരിക്കലും അതിന്റെ കമ്പനീസ് അലോ ചെയ്യരുത്. എയർ ഹോണും പിന്നെ ഇങ്ങനെ അലോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മോഡിഫിക്കേഷൻ. ബൈക്കുകളിൽ നമ്പർ പ്ലേറ്റ് മറ്റേ മടക്കി വെക്കുന്ന പരിപാടി, എക്സ്ട്രാ സ്റ്റാൻഡിന് വേണ്ടി അതൊക്കെ എടുത്ത് കളയണം. അങ്ങനത്തെ ഇവര് സ്ട്രിക്റ്റ് ആക്കേണ്ട കുറെ സാധനങ്ങളുണ്ട്, ഇവര് കുറച്ച് അരിഞ്ഞു കൊടുക്കേണ്ട സാധനങ്ങളുണ്ട്. ഈ ഒരു മേഖലയിൽ ആക്ച്വലി എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് റിസർച്ച് നടത്താത്തോണ്ടായിരിക്കും ഇതിങ്ങനെ ഒരു സേഫ് ആയിട്ടൊരു അവർക്ക് തലവേദന എടുക്കാൻ വയ്യ, അതാണ്. ഒന്നും വേണ്ട, എല്ലാം വേണ്ട, അങ്ങനെ വെച്ചേക്കണാണ്. ക്ലാസിഫൈ ചെയ്യാൻ വയ്യ. ഇന്ന് ചെയ്ത് ഇതിലൊരു ടീമൊക്കെ ഉണ്ടാക്കി പഠിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കുറെ മോഡിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷെ എന്തായാലും ഭാവിയിൽ
സർക്കാർ ആരെങ്കിലൊക്കെ ഇതിനെപ്പറ്റി ചിന്തിക്കണവര് അത് ഇതുപോലെ സർക്കാർ തലത്തിലെത്തട്ടെ, വന്ന് അവരെ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യട്ടെ. അതെ എന്തെങ്കിലും മാറ്റങ്ങൾ യുവാക്കളൊക്കെ ഉണ്ടാവും എന്ന് വന്ന നമുക്ക് സമയത്ത് വിശ്വസിക്കാം. നേതാക്കളായിട്ട് വരുന്ന സമയത്ത് അവർ ചിന്തിക്കാം ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് അപ്പോ ഒരു വൈൻഡപ്പ് ആകാം. അപ്പൊ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് പറയാവുന്ന അല്ലെങ്കിൽ ഞങ്ങൾ വിട്ടുപോയ കുറച്ച് മോഡിഫിക്കേഷൻസോ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആക്കേണ്ട കാര്യങ്ങൾ, എടുത്തു കളയേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ലീഗലൈസ് ആക്കേണ്ട മോഡിഫിക്കേഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, കമന്റ് സെക്ഷനിൽ പറയാം. ഇതിനെ അപ്പോൾ കുറിച്ച് വീഡിയോ വിസിറ്റ് ചെയ്യണ മറ്റു ആൾക്കാർക്കും കമന്റ് വായിക്കുമ്പോൾ പുതിയ അറിവുകൾ കിട്ടാം. അതെ അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ളൊരു അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ് വരാം. പിന്നെ ഇതിനെപ്പറ്റി മാത്രമല്ല നമ്മുടെ പരിപാടിനെ കുറിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തായാലും പറയാം. സജഷൻസ് ഉണ്ടെങ്കിൽ അതും ഉറപ്പായിട്ടും പറയുക. നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു ഇന്നത്തെ വിട്ടുപോയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ ഭാവിയിൽ ചെയ്യേണ്ട ടോപ്പിക്സുകളും നിങ്ങൾക്ക് സജഷൻ തരാം. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.